ദീർഘായുസ് കൊണ്ട് ആ ദീർഘായുസ് കൊണ്ട് അയാൾ പടച്ചോൻ ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ കഴിവിൻ്റെ പരമാവധിയാണ് ചെയ്തു. അയാളെ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഉടനെ രണ്ടാമത്തെ ഒരു ചോദ്യം, ആരാണ് നബി അള്ളാഹ്ക്ക് ഏറ്റവും വെറുക്കപ്പെട്ട ആൾ? അതിന് മറുപടി, മൻ ത്വാല ഉംറുഹു, ഒരാൾക്ക് അള്ളാഹു ദീർഘായുസ് കൊടുത്തു, വസാഅമലുഹു, ആ കിട്ടിയ ദീർഘായുസ് കൊണ്ട് അയാൾ സ്വന്തം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു, പടച്ചോൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ അയാൾ മറന്നിട്ടങ്ങനെ ആ ആയുസൻ കളഞ്ഞു. പ്രവാചകന്റെ ഈ ഒരു വാക്കിൽ നമ്മളിങ്ങനെ ശരിക്കും പരിശോധിച്ചാൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളും അള്ളാഹ്ക്ക് ഏറ്റവും വെറുക്കപ്പെട്ട ആൾക്കും ഒറ്റ പ്രശ്നമേ ഉള്ളൂ, നമ്മുടെ ഒരു വ്യത്യാസമേ ഉള്ളൂ. രണ്ടാൾക്ക് അള്ളാഹു മൻ ത്വാലഉ, രണ്ടാൾക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കും. ഒരാൾ എന്ത് ചെയ്തു വെച്ചാൽ ആ കിട്ടിയ ദീർഘായുസ് കൊണ്ട് സ്വർഗത്തിന് വേണ്ടിയ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു, ആ കിട്ടിയ ദീർഘായുസ് കൊണ്ട് കൂടുതൽ ചെയ്തു. രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തു വെച്ചാൽ ആ കിട്ടിയ ദീർഘായുസ് അവനാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പടച്ചോനെ മറന്നാണ്ട് അങ്ങനെ ജീവിച്ചു. അപ്പൊ നമ്മൾ ഈ പള്ളിയിലും ക്ലാസ്സിലും ഇഫ്താറും ഈ കാര്യങ്ങളൊക്കെ സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത് പടച്ചോന്റെ ഒരു ഇഷ്ടം കിട്ടാനാണ്. അള്ളാഹു നൽകുമാറാകട്ടെ. അതിന് അള്ളാഹ് വെച്ച മാനദണ്ഡതാണ്. പടച്ചോൻ തന്ന ദീർഘായുസ് ആരാണോ പടച്ചോൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ചെലവഴിക്കുന്നത് അവരെയാണ് അള്ളാഹ് പരിഗണിക്കുക. സത്യത്തില് ഈ റമദാൻ നമ്മളിപ്പോ 2026 റമദാനിലാണ്. ഞാന് റമദാന്റെ തുടക്കത്തില് ഖത്തറിലേനു ആദ്യത്തെ കുറച്ച് ദിവസം. അവിടെ മൂന്നാമത്തെ തറാവി നിസ്കരിക്കുകയാണ്, മൂന്നാമത്തെ ദിവസം തറാവി നിസ്കരിക്കുക. തറാവിസ്കാരം 2 റക്അത്ത് കഴിഞ്ഞപ്പോൾ നേരെ ഇമാം മയ്യത്ര കൊണ്ടു. ഇമാം പറഞ്ഞു ഇനി മയ്യത്ത് നിസ്കാരമാണ്. അങ്ങനെ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് പിന്നെ 8ാമത്തെ റക്അത്ത് നിസ്കരിച്ച് വിത്തറിന് മുന്നേ വീണ്ടും അടുത്ത മയ്യത്ത് കൊണ്ടു. മയ്യത്ത് നിസ്കാരമാണ്. ഒരൊറ്റ പള്ളിയിൽ ഒരൊറ്റ തറാവിന്റെ അടുക്ക് 2 മയ്യത്ത് നിസ്കാരം. ഞാൻ അങ്ങനെ അപ്പം ആലോചിച്ച്, അള്ളാഹു അവർക്ക് റമദാനിലേക്ക് പ്രവേശിച്ച് 2 നോമ്പോക്കാൾ ആയുസ് എടുത്തു. പിന്നെ അള്ളാഹു അവർക്ക് കൊടുത്തില്ല, അള്ളാഹു അവര് തിരിച്ചു വിളിച്ചു. റമദാന്റെ 1-ന്റെ അന്ന് പറ്റുമെങ്കിൽ വീട്ടിൽ അത്ര ഉണ്ടെങ്കിൽ നോക്കിക്കൊണ്ടി, പറ്റുമെങ്കിൽ ഞാൻ നോക്കാൻ വേണ്ടിട്ടാ പറഞ്ഞത്, ഉണ്ടെങ്കിൽ ചിലപ്പോൾ പോയിട്ടുണ്ടാവും. റമദാൻ 1-ന്റെ അന്ന് വീട്ടിൽ പത്രം ഉണ്ടെങ്കിൽ അത് വെറുതെ നോക്കി നോക്കും. അതിൽ ചരമകളെടുത്ത് നോക്കിയാൽ റമദാന്റെ തലേ ദിവസം മരിച്ച മുസ്ലിമീങ്ങളെ കാണും. മുസ്ലിമീങ്ങൾ ബാക്കിയുള്ള ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാല് ഗൾഫത്തെ മക്കളോടൊക്കെ വിളിച്ചാണ്ട് മക്കളെ നിങ്ങൾക്ക് ഇന്ന് തുടങ്ങിയില്ലേ എന്ന് വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടാവും. വെളിച്ചക്കുള്ള ഫുഡൊക്കെ വീട്ടുകാർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് അപ്രാവശ്യം നമുക്ക് 2ാമത്തെ 10 പെരീക്ക് നോമ്പൊക്കെ വെക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അള്ളാഹു നോമ്പോക്കാനുള്ള അവസാനം കൊടുത്തില്ല, കൊണ്ടുപോയി. നമ്മളുടെ കൂടെ ഉള്ള പലർക്കും പടച്ചോ കൊടുക്കാത്തൊരു സാധനം ഇപ്പൊ നമുക്ക് കിട്ടി. നമ്മളിപ്പോ പള്ളിന്റെ ഉള്ളിലാണല്ലോ, 2026 റമദാനിൽ നമ്മൾ പള്ളിന്റെ ഉള്ളിലാണ്. നമുക്ക് അവർക്ക് കിട്ടാത്ത എന്താ നമുക്ക് കിട്ടി? ഒറ്റ ഉത്തരവുള്ളൂ, ദീർഘായുസ്. അതാണ് നബി പറഞ്ഞ ഹദീസ്, മൻ ത്വാല ഉംറുഹു, ഒരാൾക്ക് അല്ലാഹു ദീർഘായുസ് കൊടുത്തു. അത് കിട്ടിയ നമ്മളാണ്. ഇനി നമ്മുടെ മുന്നിൽ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന്, ഇനിയുള്ള ഒരു 10-12 ദിവസം ഉണ്ടല്ലോ, ഒരു 15 ദിവസം, അതുകൂടി പടച്ചോൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ തറാവീഹിൽ കുറയാതെ, ഖുർആനോത്ത് ചടക്കാതെ, പള്ളിക്കൊക്കെ വരവ് കുറയാതെ, ദിക്റുകൾ കുറയാതെ ഇനിയുള്ള ഒരു 10-15 ദിവസം കൂടി കഴിച്ചു കൂട്ടിയാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാവും. അല്ലെങ്കിൽ സംഭവിക്കാൻ തറിഞ്ഞ അപ്പൊ ഇങ്ങനെ ഉള്ള ആൾക്കാരോട് പറയാം, നമ്മൾ തൗഹീദ് മുജാഹിദ് കുടുംബമാണ്. അപ്പോൾ ഈ ഇതേപോലെ എന്താ, ഞാൻ സാറിന് നമ്മുടെ പത്തമ്പരിയപ്പള്ളിയിലുണ്ട്. കാരണം 4:30 ക്ലാസ് തന്നെ. സാധാരണ 4:30 ക്ലാസ് എന്ന് പറയുമ്പോൾ 5 മണിക്കാണെന്നുള്ളതുകൊണ്ട് ഞാൻ 4:30 4:15 എത്തി. ഞാൻ പത്തമ്പരിയത്ത് കൂടിയൊക്കെ ഇരിക്കും. ഇവിടെ അസർ തുടങ്ങിയ ഉടനെ തന്നെയാണെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇതുവരെയുള്ള ക്ലാസ്സൊക്കെ 4:30 5:15 തുടങ്ങല്. അതുകൊണ്ടാണ് പിന്നെ ജമാഅത്ത് ഇങ്ങോട്ട് വന്നത്. അത് പറയുന്നത് കഴിഞ്ഞ 2-3-4 ദിവസമായിട്ട് കോഴിക്കോട്ട് നിന്നൊക്കെ ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ നമുക്കന്നെ സങ്കടം തോന്നുക. സങ്കടം എന്ന് വെച്ചാൽ വഴിയരികിൽ മൊത്തം മുസ്ലിം, നമ്മളെ ആൺകുട്ടികളും പെൺകുട്ടികളുമാണ്. തറാവി അങ്ങനെ നടക്കുകയാണ്, ഇശ അങ്ങനെ നടക്കുകയാണ്. എനിക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ പേടി വന്നു, പഠിച്ചവൻ്റെയൊക്കെ വല്ല ശിക്ഷ ഇറങ്ങുമോ. കാരണം ഇവിടെ തറാവി, ഇവിടെ ജമാഅത്ത് നടക്കുമ്പോൾ നമ്മളെ കുട്ടികൾ മൊത്തം പുറത്ത് എന്താ മാങ്ങ ഉപ്പിലിട്ടോ നെല്ലിക്ക മുളകിലിട്ടൊന്നും പുക വരുന്ന സോഡി. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു സങ്കടം തന്നെ, ഞാൻ മോശമാക്കി പറയില്ല. നമ്മള് 11 മാസത്തിൽ നമുക്ക് എന്തെങ്കിലും പരിപാടി, 11 മാസം നമുക്ക് എന്തെങ്കിലും പരിപാടി.
കല്ലുമക്കായി തിന്നാൻ വേണ്ടി മറ്റേ കടുക്ക തിന്നാൻ വേണ്ടിയിട്ട് കോഴിക്കോട്ട് പോകുക. ഈ മാസത്തെ പരിപാടി അതേ സാധനം തിന്നാൻ വേണ്ടി പിന്നി പോകും. ഈ മാസം സത്യത്തില് ഞാൻ പറയണതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ മാസം സത്യത്തിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പടച്ചോനേക്കൊന്ന് ഭീകര ശിക്ഷ കിട്ടുന്ന മാസമാണ്. നമ്മൾ ഈ നന്മ മാത്രം ആണ് പറയുന്നത്, നന്മയാണ് പറയേണ്ടത്. പക്ഷെ നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിക്കാതെ പോയൊരു കാര്യം അറിയും. റമദാനിൽ തെറ്റിയത് ഞാൻ മനസ്സിലാകുന്നതിന് വേണ്ടി പറയും. അപ്പൊ ഞാൻ റമദാന്റെ പകലിൽ ബോധപൂർവ്വം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. മുതിർന്നവർക്ക് മനസ്സിലാൻ വേണ്ടി പറയും. എന്താ ഇസ്ലാമിക കുറ്റം? 60 ദിവസം തുടർച്ചയായിട്ട് നോമ്പ് വെക്കാം. തുടർച്ചയായിട്ട് നോമ്പ് വെക്കാൻ എങ്ങനെ അറിയാം? ഞാൻ 35 ദിവസം നോമ്പ് വെച്ചു, നിർത്തി, രണ്ടാമത് പിന്നെയും തുടങ്ങണം. അപ്പൊ റമദാന്റെ സാധാ പകലും റമദാനിൽ തെറ്റ് ചെയ്യാൻ സാധാ തെറ്റല്ല, ഇസ്ലാമിൽ തെറ്റല്ല. റമദാൻ എത്രമാത്രം പുണ്യമുണ്ടോ അത്രമാത്രം ഗൗരവമാണ് റമദാനിൽ ബോധപൂർവ്വം തെറ്റ് ചെയ്യാറുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിന്റെ വഹയിൽ ചിലത് സ്വപ്നമാണല്ലോ. സ്വപ്നം ഞാൻ കുട്ടികൾക്ക് കൂടി മനസ്സിലാൻ വേണ്ടി പറയണം. ഒരു പ്രവാചകന്റെ സ്വപ്നത്തിൽ ഒരു വഹി കൊടുക്കുകയാണ്. ഒരു മനുഷ്യനെ 2 കാലുകൾ മുകളിലേക്കാക്കി തൂക്കിയിട്ടിരിക്കും. 2 കവിളിലും നമ്മൾ ഈ കൊളുത്തുകൾ കൊണ്ട് വലിച്ചു കീറിയ പോലെ മുഖം കീറിയിട്ടുണ്ട്. രക്തം ഇങ്ങനെ താഴത്തേക്ക് ഒഴുകുന്നുണ്ട്. അപ്പം പ്രവാചകൻ വളരെ ഭീതിതമായിട്ടാണ് രംഗം കണ്ടത്. അപ്പൊ റസൂൽ സ്വപ്നമാണല്ലോ, വഹീന്റെ അടിസ്ഥാനത്തിലാണ്. ഇതെന്താണെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞ വാചകം, ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് നോമ്പ് തുറന്നവരാണവർ. അപ്പൊ നമ്മൾ ഇതെന്താ സത്യത്തിൽ നമുക്ക് ഈ ഹദീസ് എന്താ മനസ്സിലായെന്ന് വെച്ചാല് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ നോമ്പ് തുറന്നൊരു ശിക്ഷയാണ്. പക്ഷെ പണ്ഡിതന്മാർ ഈ ഹദീസ് ഉൾപ്പെടുത്തി അതിലല്ല, റമദാനെ നിസ്സാരമാക്കുന്നവർ എന്ന അധ്യായത്തിലാണ് ഈ ഹദീസ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ നബി കണ്ട സ്വപ്നത്തിന്റെ ആശയം എന്താ അറിയോ? ഒരാൾ ഇങ്ങനെ നിന്നാണ്ട് 6:37 6:36 അറിയാതെ, അല്ലെങ്കിൽ 6:36 അതിനെ പറ്റിയിട്ടല്ലത്. എത്ര റമദാനില് ഇങ്ങനെ കുറെ നേരം നിന്നിട്ടുണ്ട്, വെറുതെ നോമ്പ് കുറിക്കൂലേ? അതേമാതിരി എന്തൊക്കെ കുറെ തറാവീഹ് കഴിച്ചിട്ട് വെറുതെ അങ്ങാടി കൂടെ നടക്കുമല്ലോ. എന്താ നമ്മൾ ഇത്രയും കാലം ജമാഅത്ത് പോയില്ല, അങ്ങാടി ഈ നടക്കണീന്റെ ശിക്ഷയെ പറ്റിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഈ കാട്ടി കൊടുത്തത്. ഞാൻ പറയുന്നത്, നമുക്കാകെ 10-14 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾക്ക് അള്ളാഹു നൽകാമെന്ന് പറഞ്ഞ എത്രയോ അനുഗ്രഹങ്ങൾ ഒറ്റ പെരുന്നാളോടുകൂടി നിൽക്കുകയാണ്. ആ സമയം കൂടി നമ്മൾ നമ്മുടെ മക്കളും അങ്ങാടിയിൽ ഇശാക്കേഷൻ ഉണ്ടാകരുത്. ദയവേത് ഞാൻ പറയണം, ഉണ്ടായിട്ടല്ല പറയുന്നത്, സങ്കടം കൊണ്ട് പറയാം. ഞാൻ ഇവിടെ ഉമ്മാരുണ്ട് എന്നുള്ള ധാരണയിൽ പറയും. ഉമ്മാരെ എനിക്ക് ആൺകുട്ടികളുടെ വിഷയത്തിൽ പിന്നെയും സമാധാനമുള്ള ആളാണ്. കാരണം ആൺകുട്ടികൾ പലതിനായിട്ട് പള്ളിക്ക് ഉണ്ട്. ഇപ്പൊ ഇവിടെ കിറ്റ് വിതരണം ഉണ്ട്. കാരണം നമ്മുടെ ചക്കന്മാർ വിളിച്ച ഓല് ഏറ്റാണ്ടാവും. വല ഏറ്റി കഴിഞ്ഞിട്ട് പിന്നെ സോഡ കുടിക്കാൻ വേണ്ടി പോകും, അത് അടക്കണ്ട പോലെ പിന്നെ അത് തിരിക്കാൻ മതി. പക്ഷെ നമ്മുടെ പെൺകുട്ടികൾ തറാവിക്കില്ല. എല്ലാരും എല്ലാം പറഞ്ഞ് ഇല്ല. അപ്പൊ ഉമ്മാരോട് ചോദിച്ചാൽ ഉമ്മാര് പറയണത് ഓർക്ക് താല്പര്യമില്ല, ഓല് വരുന്നില്ല എന്നൊക്കെയാണ്. പക്ഷെ ഉമ്മാരെ നോണയാണ് ആ സത്യത്തില്. നിങ്ങൾ അങ്ങാടി കൂടെ ഇറങ്ങി വെക്കോണ്ടി. ഞാൻ അങ്ങാടി കൂടെ പോയതുകൊണ്ടാ പറഞ്ഞത്. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ അങ്ങാടി കൂടെ ആൺകുട്ടികൾ എത്രയുണ്ടോ അങ്ങാടിയിൽ, ഈ ഭക്ഷണ ഹാളിന്റെ മുമ്പിൽ, ഈ പാട്ടിന്റെ മുന്നിൽ, ഈ ലൈറ്റിന്റെ മുന്നിൽ, അതിന്റെ ഒരു 4 എണ്ണം കൂടി പെൺകുട്ടികൾ കൂടുതലാണ്. ആൺകുട്ടികളെക്കാൾ കൂടുതൽ അങ്ങാടി കൂടെ പെൺകുട്ടിയാണ്. 2 ആൺകുട്ടികളെ, ചിലപ്പോ ഒരാൾ ആങ്ങളേക്കാരും ഒരാള് കസിനേക്കാരും സെന്ററിൽ പെൺകുട്ടികളെ വെച്ച് വൈക്കുമ്പോ ഇങ്ങനെ പറക്ക തറാവിക്കും കാരണവന്മാരും കണ്ടു വരുമ്പോ നമ്മളെ കുട്ടികൾ വരക്കാം. നല്ല ഡേഞ്ചറാണ്. നമുക്ക് ഇപ്പൊ അത് കുഴപ്പം. ഞാൻ ഈ പറയുമ്പോൾ ഭയങ്കര മോശമായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും ചില ആൾക്കാർക്ക് കേട്ടോ. അതൊരു 3 കൊല്ലം കൂടി കഴിഞ്ഞാൽ മനസ്സിലാവും. 3 കൊല്ലം കൂടി കോഴിക്കോട് കുറ്റിച്ചിറ ഭാഗങ്ങളിൽ തറാവിസ്കാരത്തിന് ഇറങ്ങണേക്കാളും കൂടുതൽ ഒന്നിച്ച് ആണും പെണ്ണും പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങണ പോലെ നമ്മുടെ നാട്ടിൽ ഇറങ്ങേണ്ടി. ആ ഒരു സംസ്കാരത്തേക്ക് എത്തരുത്. നമുക്ക് അന്ന് തന്ന വളരെ സൗഭാഗ്യമുള്ള കുറച്ച് ദിവസമേ ഉള്ളൂ. അത് തരുമ്പോ തന്നെ നമ്മൾ എന്താ പറഞ്ഞറിയും, റമദാന്റെ പുണ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ഖുർആൻ ഹദീസ് കൂടി അല്ല, അയ്യാമൻ മഅദൂദാത്ത്. അതിന്റെ അർത്ഥം എന്താ? ഒരിക്കലും മുതിർന്നവർക്ക് എന്താ അയ്യാമൻ മഅദൂദ്? പിന്നോട് പറയാം, ഞാൻ ഖുർആൻ ഓതുകയാണ്, കുത്തിബാലിക്കും സിയാം ഷഹ്റു റമദാൻ, നിങ്ങളുടെ അതിന്റെ അടിയിൽ അല്ലാതെ അയ്യാമൻ മഅദൂദാത്ത്. അതിന്റെ അർത്ഥം അറിയാം, ഷാഹിദ് എണ്ണപ്പെട്ട ദിവസമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. എന്തായി കഴിഞ്ഞാൽ ഈ പള്ളിക്ക് വരുമ്പോ വലത്തേക്കാലം വെച്ച് നമ്മൾ കയറിയില്ലേ, അത് ഫർളിന്റെ കൂലി പെരുന്നാളോടി കഴിഞ്ഞു. ഫർളിന്റെ കൂലി ഞാൻ എന്റെ കുട്ടിനെ എടുത്താണ്ട് പാപ്പാന്റെ കുട്ടി വാ എന്നാണ് ഞാൻ ഉമ്മ വെക്കണ ഇസ്ലാമിലെ പുണ്യാണ്. ആ പുണ്യം റമദാൻ ചെയ്താൽ ഫർള് ഇതിന്റെ പുണ്യാണ്. അത് റമദാനോടി കഴിഞ്ഞു. ഈ മാസം ഇപ്പം ഒരാൾ ഉംറക്ക് പോയ ഹജ്ജിന്റെ പുണ്യം അത് പെരുന്നാളോടി കഴിഞ്ഞു. നമ്മളിപ്പോ ഒരു സ്വതക്കം ഒരു 1000 രൂപ കൊടുത്താൽ ചിലപ്പോൾ 1 കോടി കൊടുത്തതിന്റെ പുണ്യം ഈ പെരുന്നാളോടി കഴിഞ്ഞു. ആ ദിവസത്തിൽ നമ്മൾ അങ്ങാടിക്കൂടെ നടക്കരുത്. ഞാൻ പറഞ്ഞ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാനും എന്റെ കുടുംബം, നമ്മുടെ കുടുംബം, നമ്മൾക്ക് അതിനെപ്പറ്റി ഒരു ജാഗ്രതയും ശ്രദ്ധയും ഉണ്ടാവണം. കാരണം നമ്മൾ എപ്പോഴെങ്കിലും
ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെ ചിന്തയിൽ എപ്പോഴെങ്കിലും വന്നിരുന്നോ റമദാൻ സത്യത്തിൽ അള്ളാഹ് തന്നിട്ടില്ലെങ്കിൽ നമ്മളെ അവസ്ഥ? വെറുതെ ആലോചിച്ചു. റമദാൻ എന്ന മാസം നമ്മുടെ ജീവിതത്തിൽ ഇല്ല. വെറുതെ ഞാൻ ചിന്തിച്ചു, റമദാൻ എന്ന മാസം ജീവിതത്തിൽ ഇല്ലേ ഇല്ല. നമ്മളെ അവസ്ഥ എന്ത് ചെയ്യാൻ? നമ്മൾ തറാവിഷ്കരിക്കും. ബാക്കി 11 മാസം ആലോചിച്ചാൽ നമ്മളും പെണ്ണുങ്ങളുടെ പേരില്ല. നമ്മൾ ആയിക്കോട്ടെ റമദാൻ അല്ലാത്ത ഏതെങ്കിലും മാസം നമ്മളും പെണ്ണുങ്ങളും കൂടിയിട്ട് 30 ദിവസം തറാവിഷ്കരിച്ചിട്ടുണ്ടാവും? ഇല്ല. റമദാൻ അല്ലെങ്കിൽ തറാവിഷ്കാരം ഉണ്ടാവില്ല. റമദാൻ ഇല്ലെങ്കിൽ ദോറിന് ശേഷം നമ്മൾ ക്ലാസ് കേൾക്കൂല. റമദാൻ ഇല്ലെങ്കിൽ നമ്മൾ സക്കാത്ത് ഇപ്പൊ കണക്കൂട്ടുന്ന മാതിരി കൂട്ടും കൂടി ഇല്ല. അപ്പൊ റമദാൻ സത്യത്തിൽ ആർക്ക് വേണ്ടി തന്നാണ്? നമുക്ക് വേണ്ടി അള്ളാഹ് തന്നതാണ്. ഞാൻ എന്റെ ഒന്നാമത്തെ ഭാഗം പറഞ്ഞു. ആ ദിവസത്തെ റസൂൽ പറഞ്ഞ ഹദീസിലേക്ക് ഞാൻ വീണ്ടും കൂട്ടിയിട്ട് ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. മൻ ത്വാലഉ, ഒരാൾക്ക് അള്ളാഹു ദീർഘായുസ്സ് കൊടുത്തു. 2026 റമദാന് നമുക്ക് അള്ളാഹ് തന്നു. തരിക മാത്രമല്ല, ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖും മഹല്ലും തൗഹീദി പള്ളിയൊക്കെ തന്നു. എത്ര ആൾക്കാർ നമ്മൾ ഈ റമദാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ നമ്മൾ പറഞ്ഞറിയും, മൗലവി നിങ്ങള് എന്താ അവസാനത്തെ 10 എനിക്കൊന്ന് നോമ്പ് വിൽക്കാൻ വേണ്ടിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ എന്താ വെച്ചാൽ റമദാന്റെ തൊട്ട് മുന്നേ ചെറിയൊരു മൂക്ക് കൂടെ ബ്ലീഡിങ് ഉണ്ടായി. ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ വന്നിട്ടാണ് 1.5 മാസം മുടി കുടിക്കണം, നോമ്പ് വിൽക്കാൻ പാടില്ല. എന്നിട്ട് അമ്മമാരൊക്കെ പറഞ്ഞ വാക്ക് പള്ളിന്റെ അടുത്ത എന്റെ പേരാ. ചില അമ്മമാരെ പള്ളിന്റെ അടുത്ത പേരാ. ഓരോ റമദാനിലെ ബാങ്ക് കേൾക്കുമ്പോൾ കണ്ണുനിന്ന് ഇങ്ങനെ വെള്ളം നിറങ്ങാൻ. എന്നെക്കാളും പ്രായം കുറഞ്ഞവരും കൂടിയോരും ഭർത്താവിന്റെ ഒപ്പം പള്ളിക്കനെ പോവുക. ജുമാ ഖുത്ബ എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ കേൾക്കാം. ഒരു 46 കൊല്ലായിട്ട് ഞാൻ ശുദ്ധിയായിരിക്കാൻ ജുമാ മുടക്കിയിട്ടില്ല. എന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ റമദാനിൽ ഒരൊറ്റ ജുമാക്ക് പോകാൻ കഴിയില്ല. ബെഡ് കിടക്കുക. എന്റെ പേരക്കുട്ടികളും ചെറിയ മക്കളും എന്റെ വീട്ടിലത്തെ പേരക്കുട്ടികൾ നോമ്പ് തുറക്കാനും നോമ്പ് നോൽക്കാനും നീക്കും. എനിക്ക് സന്തോഷമല്ല വേണ്ടി എനിക്ക് നോലോളി വരും. കാരണം എന്റെ വീട്ടിൽ എനിക്ക് നോമ്പ് നോൽക്കാൻ വയ്യ. നമുക്ക് അള്ളാഹു ആയുസെന്നോ മഹല്ലെന്നോ ദീർഘായുസെന്നോ റമദാൻ 15 വരെ അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ചോദിച്ച് ബാക്കൊക്കെ പോരേ മക്കളോടൊക്കെ മക്കൾ നമ്മളെ വാപ്പാരുടെ തൗഹീദുള്ള മക്കൾ, വാപ്പാരുടെ നല്ല മക്കളാണ്. ബാക്കിയുള്ളവരെ പോലെയല്ല. നമ്മള് ധീരന്മാരായി പള്ളി ദീനായിട്ട് ഇഫ്താറിന് കൂടിയ പോലെ തന്നെ ഇനിയുള്ളൊരു 15 ദിവസങ്ങൾ നഷ്ടപ്പെടുത്താതൊക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തത്, നമ്മൾക്ക് ഇനി ബാക്കിയുള്ള ഒരു ദിവസങ്ങൾ കൂടി സജീവമാകാൻ. കാരണം ഇനിയാണ് അവസാനത്തെ 10 വരുന്നത്. നബി നബി 20 ദിവസത്തിനേക്കാൾ ഒന്നുകൂടി ഉഷാറായി പള്ളിക്കൊക്കെ ഒന്ന് സജീവമായി ഖുർആനൊക്കെ സെറ്റപ്പ് ആക്കി കുടുംബത്തെയും കൂട്ടി പള്ളിക്കൊക്കെ വരാൻ തുടങ്ങി. അവസാനത്തെ 10 ഇതുവരെ ഉണ്ട്. അതിനെ ഒന്നും കൂടി ഉഷാറാക്കി. അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ ആരാധനാ കർമ്മത്തിലും ദീനീ കാര്യത്തിലും നമ്മളെക്കാളും ഉന്നതിയിലുള്ളവരെ മാത്രം നോക്കുക. ഇത് പറ്റുമെങ്കിൽ ജീവിതാവസാനം വരെ നിലനിർത്തേണ്ട ഒരു ആപ്തവാക്യൊക്കെ എടുക്കണം കേട്ടോ. നബിന്റെ ഹദീസാണ്. ദീനിന്റെ വിഷയത്തിൽ നമ്മളുടെ മുകളിലുള്ളവരെ മാത്രം പരിഗണിക്കുക. ദീനിന്റെ വിഷയത്തിൽ നമ്മളെ താഴെ നോക്കരുത്. നമ്മളെ ശൈത്താൻ, ഞാൻ വീണ്ടും പറയണേ, നമ്മൾ ഒരുമിച്ചായിട്ട് സംസാരിക്കണേ, നമ്മളെ ശൈത്താൻ പിടിച്ചെവിടെ അറിയാം? ആ ഭാഗത്ത് ശൈത്താൻ പിടിച്ചു. എന്നിട്ട് നമ്മുടെ മനസ്സിൽ നമ്മളെക്കാൾ ദീനി കുറവുള്ളവരെ മാത്രം നമ്മൾ നോക്കാൻ തുടങ്ങി. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ കുഴപ്പമില്ലാന്ന് നമുക്ക് ഇങ്ങനെ ഒരു മനസ്സുഖം കിട്ടി തുടങ്ങി. ആ മനസ്സുഖം കിട്ടി തുടങ്ങിയാൽ അതിനർത്ഥം ശൈത്താന്റെ കയ്യിൽ നമ്മൾ പെട്ടു തുടങ്ങി എന്നാണ്. ഞാൻ തിരക്കടില്ല നിന്റെ മനസ്സിൽ എന്ത് തോന്നിയോ ആണിനും പെണ്ണിനും, അതിന്റെ അർത്ഥം ശൈത്താന്റെ കൈപ്പിടിയിൽ നമ്മൾ പെട്ടു തുടങ്ങി. പെട്ടെന്നോട്ട് പോകാൻ ഉദാഹരണം പറയാം, മനസ്സിലാകാൻ വേണ്ടി പറയാം. കോഴിക്കോട് ഞാൻ B.Ed നമ്മുടെ PGക്ക് പഠിച്ച് കോഴിക്കോട് നിന്നിട്ടാണ്. റൗദത്തിലാണ് പഠിച്ച് ഫറൂഖില്. അവിടെ അന്ന് ഞാൻ ഈ റമദാൻ 2026 റമദാൻ തൊട്ട് മുന്നോടെ പ്രോഗ്രാം പഠിക്കും. അന്നും 2 കണ്ണും കാണാത്തൊരു ഇപ്പൊ ഒരു 63 വയസ്സുണ്ടാവും. 2 കണ്ണും കാണൂല. അങ്ങാടിയിലാണ് പള്ളി. ഞാൻ പറഞ്ഞ ഇതല്ല, ഇങ്ങനെയല്ല പള്ളിക്ക് എന്റെ. ഇതിപ്പോ നമ്മള് നാട്ടുപ്രദേശം കുറച്ചു പേര് വണ്ടിയിലുള്ളൂ. ടൗൺ കോഴിക്കോട് ടൗണിന്റെ ഒരു പരിസരത്ത് അങ്ങാടിയിലാ പള്ളി. കണ്ണ് കാണാത്ത 63 വയസ്സുള്ള അദ്ദേഹം 5 വക്തും പള്ളിക്ക് വരും. 5 വക്ത് വരും. എന്റെ മനസ്സിൽ പറയുമ്പോൾ മുഖം ഓർമ്മയുണ്ട്, അദ്ദേഹത്തിന്റെ വരവ് പോലും ഓർമ്മയുണ്ട്. അതെങ്ങനെ നടക്കും? നടന്നു വരുമ്പം ബസ്സന് വരും. ബസ് വരുമ്പോ ശബ്ദം പേടിച്ച് ഇങ്ങനെ നിൽക്കും റോട്ടുമേ. കാരണം എന്താ വെച്ചാൽ ഇപ്പുറത്തേക്ക് മാറാൻ പറ്റുമോ? കാരണം എത്ര പരിചയമുള്ള ടൗണിൽ ഇപ്പുറത്ത് എന്താ ആയിക്കൂടെ എന്താ പോണെന്നല്ല. അപ്പൊ അത് എല്ലാം പോകും. പക്ഷെ ബസ് വരുമ്പോ പേടിച്ച് കിടക്കും. ബസ്സാരൻ അദ്ദേഹത്തെ വകഞ്ഞു പോകും. ഇങ്ങനെ പോകും. കുറച്ച് കഴിയുമ്പോൾ സൈക്കിളൊക്കെ ആരെങ്കിലും ടിക്കറ്റ് അറിയുമ്പോൾ അവിടെ നിൽക്കും. നമുക്ക് സങ്കടം തോന്നും പുറത്ത് കാണുമ്പോൾ. അദ്ദേഹം കുട്ടി സൈക്കിളും കൊണ്ട് പോണത് വരെ റോട്ടും ഇങ്ങനെ ഇങ്ങനെ
എന്നിട്ട് അത് കഴിഞ്ഞ് പോകും. നമ്മളെ മനസ്സിലാലേക്കണ്ടേ 5 വക്തിനും 10-63 വയസ്സുള്ള ഒരു ബാപ്പ എത്രാമത്തെ വയസ്സ് അദ്ദേഹം പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും. ചെറിയ പണിയാണ്, വീട്ടിൽ നിന്നൊരു ചെറിയ പണിയാണ്, കണ്ണാണാത്തോണ്ട് ആ പണിയെടുക്കണ അദ്ദേഹം 5 വക്തിനും പള്ളിയിൽ പോണത് കാണുമ്പോ പടച്ചോനെ എനിക്ക് 2 കണ്ണും കയ്യും കാലും ജോലിയും വണ്ടിയും പടച്ചോൻ തന്നിക്കണല്ലോ, ഞാൻ അദ്ദേഹത്തിന്റെ ഒപ്പാണല്ലോ പരലോകത്ത് നിൽക്കേണ്ടി വരിക. അദ്ദേഹത്തിനോട് ചോദിക്കണം അതേ ചോദ്യം എന്നോട് ചോദിക്കുമ്പോ കണ്ണില്ലാത്ത അദ്ദേഹം 5 വക്തിന് നടന്ന് വണ്ടികളെ വകഞ്ഞു മാറ്റി ചിലപ്പോ ആക്സിഡന്റ് പോലും സാധ്യത അദ്ദേഹം പള്ളിക്ക് പോയിക്കണമെങ്കിൽ ഞാൻ എന്റെ ഷോപ്പ് നടാ, ഞാൻ 5 മിനിറ്റ് കൊണ്ട് വരട്ടോ എന്ന് പറഞ്ഞ് പോകാമല്ലോ, എന്റെ പെരീന്ന് വരാമല്ലോ, എനിക്കൊന്ന് നടക്കാനല്ലേ ഉള്ളൂ, എന്റെ വണ്ടി ഒന്ന് ഓണാക്കാനുള്ളൂ, എനിക്കൊന്ന് അലാറം വെക്കാനുള്ളൂ എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ കൂടുക. ഞാൻ പറഞ്ഞ അത് ചിന്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തെ നോക്കണം, നമ്മളെക്കാളും തഖ്വയുള്ളവരിലേക്ക് നോക്കണം. ഞാൻ സഹോദരിമാരെ നിങ്ങൾക്ക് ഒന്ന് മാനസികമായും ഇസ്ലാമികമായും ഉന്മേഷം ഉണ്ടാവാൻ വേണ്ടി പറയാം. ക്ലാസ് എടുക്കുന്ന ഒരു സ്ഥലത്ത് സാധാരണ പരിചയമുള്ള നമ്മളെ നല്ല ഇതേപോലെ റമദാനില് 30 ദിവസവും ളുഹറിന് ശേഷം ക്ലാസ് ഉണ്ടാവും. അപ്പൊ 30 ദിവസം ളുഹറിന് ഇങ്ങനെ ഏതെങ്കിലും ഉസ്താദ്മാർ ക്ലാസ് എടുക്കും. ക്ലാസ്സിന് ശേഷം ചെറിയ എന്തെങ്കിലും ഇസ്ലാമികമായ അവരുടെ സ്ഥാപനത്തിന്റോ യത്തീംഖാനന്റോ ഹിഫ്ദ് സ്ഥാപനത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഫ്താറിന്റെ ഒക്കെ പിരിവുണ്ടാവും, സ്വാഭാവികമാണ്. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നടന്നു പോവുക. അതില് 30 ദിവസവും 100 ഉറുപ്പിയായിട്ട് ഒരു ഉമ്മ വരും. മഹല്ലിൽ 30 ദിവസം 100 ഉറുപ്പിയായിട്ട് ഒരു ഉമ്മ വരും. അപ്പൊ ഇതിങ്ങനെ വൈഫും ഉമ്മയൊക്കെ അവിടെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ ചർച്ച ചെയ്യും. ഉമ്മ അങ്ങനെ വൈഫൊക്കെ ആ ഇത്ത എന്നും 100 ഉറുപ്പിയായിട്ട് വരും. അത് ഇത്ര വലിയ അത്ഭുതാകാരം എന്താ അറിയോ? കൂലിപ്പണിക്ക് എന്താ നമ്മുടെ ഗവൺമെന്റ് പണിന്റെ തൊഴിലുറപ്പിന് പോകുന്ന ഒരു ഉമ്മയാണ്. തൊഴിലുറപ്പിന് പോകുന്ന ഒരു ഉമ്മ എന്നും 100 ഉറുപ്പിക കൊണ്ട് വരിക. ഒരു 3000 ഉറുപ്പിക, മിനിമം 3000 ഉറുപ്പിക കൊണ്ട് റമദാന് പള്ളിക്കൊക്കെ വരും. അപ്പൊ അതെങ്ങനെ ശ്രദ്ധിച്ചു വെച്ചാൽ വൈഫ് പറഞ്ഞു, ഒരു ഉസ്താദ് ക്ലാസ് കഴിഞ്ഞിട്ട് പിരിവൊന്നും ഇല്ലാത്തപ്പോ താത്ത അന്നത്തെ പിരിവില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മളെ പള്ളിന്റെ കുറ്റിയിൽ അന്നത്തെ 100 ഉറുപ്പിക ഉണ്ട്. അപ്പൊ അവിടെ ക്ലാസ് ഇങ്ങനെ സംസാരിച്ചു, ഇത്ത ഇങ്ങൊക്കെ ഇവിടുന്നാണ് നിങ്ങൾ എങ്ങനെ എല്ലാ ദിവസവും 100 ഉറുപ്പിക കൊണ്ടുവരാൻ? നിങ്ങൾ തൊഴിലുറപ്പിന് പോണ്. തൊഴിലുറപ്പിന് ഒരു മനുഷ്യൻ പോകുക കാരണം ജീവിതത്തിൽ കുറച്ചൊക്കെ ഒരു സാമ്പത്തികമുള്ള പോകൂലല്ലോ. പിന്നെ ഇനി മക്കൾക്കെങ്കിലും ജോലി ഉണ്ടെങ്കിൽ മക്കൾ പറയും ബാപ്പ നിങ്ങൾ പോണ്ടെന്ന് പറയും. അപ്പൊ അത് രണ്ടും കഴിയാത്തതുകൊണ്ടാണല്ലോ, ജീവിതത്തിൽ പ്രയാസം ഉണ്ടായതുകൊണ്ട് തന്നെയാണല്ലോ 19-ാമത്തെ വയസ്സിലും 55-ാമത്തെ വയസ്സിലും കൈക്കോട്ടും വിക്കാസും കൊണ്ട് ബാക്കിയുള്ളവന്റെ പറമ്പ് പോയി അവന്റെ തെങ്ങുന്തട തുറക്കണം, അവന്റെ ചാല് കീറണം ഒക്കെ. അങ്ങനെയുള്ള നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പൈസ? അതിനാ ഉമ്മ പറഞ്ഞ മറുപടി. ഞാനതാ പറഞ്ഞത്, നമ്മൾ ദീനിയായിട്ട് ആലോചിക്കുമ്പോൾ നമ്മളെക്കാളും ഉത്കൃഷ്ടരായ ആൾക്കാരെ നോക്കിയാൽ പടച്ചോനെ നമ്മൾ ഇങ്ങനെ ആയാ പോരാ, നമ്മൾ ഒന്നുകൂടി ഉയരേണ്ടതുണ്ട് എന്ന് നമുക്ക് തോന്നും. ആ അമ്മ പറഞ്ഞ വാക്കെന്തായാലും മോനെ കഴിഞ്ഞ റമദാനില് നിങ്ങളപ്പ എന്താ ഖുതുബ പറഞ്ഞപ്പം റമദാനിൽ ചെയ്യേണ്ട പുണ്യകർമ്മങ്ങൾ ഇങ്ങനെ പറഞ്ഞതിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതിൽ ഒന്ന് ദാനധർമ്മം പറഞ്ഞു, സ്വതക്ക പറഞ്ഞു. ഇടയിൽ മോലി തെളിവായിട്ട് ഉദ്ധരിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ നമുക്ക് കേട്ടാൽ വീശി അടിക്കുന്ന കാറ്റ് പോലെ ദാനധർമ്മം ചെയ്തു. ഇങ്ങനെ 1-2 സംഗതികൾ പറഞ്ഞിട്ട് പിന്നെ അടുത്ത പോയിന്റിലേക്ക് മോലി പോയി ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാൻ ആ ഖുതുബക്ക് ശേഷം ഞാൻ വീട്ടിൽ പോയിട്ട് ആലോചിച്ച ഇങ്ങനെയാണ്. ആ സഹോദരി പറഞ്ഞ വാക്കാണ്, ഉമ്മാരെ എല്ലാരും നമ്മളടക്കം, ഞാൻ പ്രത്യേകിച്ച് ഉമ്മാരുടെ പറയാം, അമ്മമാരുടെ ഞാൻ വീട്ടിൽ പോയിട്ട് ആലോചിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ വീശിയടിക്കുന്ന കാറ്റ് പോലെ ദാനധർമ്മം ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതലാളി അല്ലല്ലോ. അമ്മ പറയണം, ഞാൻ ആലോചിച്ചു റസൂൽ മുതലാളി അല്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ വീട്ടിൽ 2 മാസത്തോളം അടുപ്പിൽ നിന്ന് പുക വന്നില്ല എന്ന് നമ്മൾ പഠിച്ചതാണല്ലോ. ഖന്തക്കിൽ ബാക്കിയുള്ളവര് പട്ടിണി കൊണ്ട് വയറ്റിൽ ഒരു കല്ല് കെട്ടി വെച്ചിട്ട് കുഴിക്കുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശപ്പ് താങ്ങാനിട്ടാണല്ലോ, നട്ടൽ നേരക്കാൻ വേണ്ടിട്ടല്ല, വെറുതെ രസത്തിന് കെട്ടിയതല്ലോ. 2 കല്ല് വെച്ച് കെട്ടിയ റസൂൽ അത്ര സഹാബാക്കളെക്കാൾ കൂടുതൽ പട്ടിണി റസൂലാക്കാണെന്നുള്ളതിന്റെ അർത്ഥം. പ്രവാചകന്റെ വീട്ടില് എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷം സഹാബാക്കള് 1-2 കാര്യങ്ങൾ ചോദിക്കാൻ ദീൻ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോ നമ്മുടെ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ, ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അന്ന് ഇരുട്ടായിരുന്നു, സംഭവം ഇങ്ങനെ പറഞ്ഞപ്പോ അന്ന് ഇരുട്ടായിരുന്നു. അപ്പൊ സഹാബാക്കള് ഉമ്മ ആയിഷ ബീവിയോട് നബി പഠിച്ചത് ഇരുട്ടാണെങ്കിൽ വിളക്ക് കത്തിച്ചൂടായിരുന്നു ചോദിച്ചു. അന്ന് വിളക്ക് കത്തിക്കണത് നബിന്റെ കാലത്ത് ഒലീവിന്റെ ഓയിലും പാർന്നിട്ടാണോ, വിളക്ക് കത്തിച്ചൂടായിരുന്നു. നമ്മളെ ഉമ്മാന്റെ മറുപടി എന്താ അറിയുക?
വിളക്കിലേക്ക് ഒഴിക്കാൻ എണ്ണയുണ്ടായിരുന്നെങ്കിൽ ഞാനും പ്രവാചകനും കുടിച്ചു വിശപ്പ് മാറ്റുമായിരുന്നു. അത്ര പട്ടിണിയാണ്, ശരിക്കും പട്ടിണി. അപ്പൊ അമ്മ പറയണം, അത്ര പട്ടിണി കടക്കുന്ന നബി റമദാനിൽ ദാനധർമ്മം ചെയ്തു പറഞ്ഞാൽ അപ്പൊ പിന്നെ നബിനെക്കാളും മുതലാളിയാണല്ലോ ഞാൻ തൊഴിലുറപ്പിന് പോയിട്ടുണ്ട്. ഈ 4-2 ടൈലാണെങ്കിലും അവിടുന്ന് ഇവിടുന്ന് ഒപ്പിച്ചു കൂട്ടിയ ടൈലാണെങ്കിലും എന്റെ വീട്ടിൽ അടിയിൽ ബാത്റൂമിൽ ടൈലുണ്ടല്ലോ. പ്രവാചകന്റെത് പച്ച മണലാണല്ലോ. ഇന്റെ സൈഡിൽ കൂടെ തേച്ചിട്ട് ഹോളോ ബ്രിക്സിന്റെ കട്ടുകൊണ്ട് കെട്ടിക്കണല്ലോ. നബിന്റെ ഈത്തപ്പന ഓലയാണല്ലോ. ആ ഈത്തപ്പന ഓലയും ആ മണലും വെച്ചിട്ട് പ്രവാചകൻ സ്വതം കൊടുത്തുകണെങ്കിൽ തൊഴിലുറപ്പിന് പോണ ഞാൻ കൊടുക്കണല്ലോ. ഞാൻ എന്ത് ചെയ്തറിയാമോ, എനിക്ക് കിട്ടുന്ന പൈസ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഞാനൊരു കവർക്ക് കിട്ടണീന്ന് ഇങ്ങനെ 30-25 ഇങ്ങനെ എടുത്തേക്കും കുറച്ച് ഇങ്ങനെ എടുത്തേക്കും. ആങ്ങളമാരെ എവിടുന്നെങ്കിലും അങ്ങനെ വരുമ്പോ ചിലപ്പോ ഒരു 150 ഉറുപ്പിക തരും. പാവാണ്, പച്ചപ്പട്ടിണി കുടുംബാണ്. 150 അത്ര ആങ്ങളമാർ കൊടുക്കാനേ കഴിയുള്ളൂ. എടുത്തേക്കും ഒരു 3000 ഞാൻ ഒരു കൊല്ലം കൊണ്ടാക്കും. എന്നിട്ട് ഞാൻ കീസിങ്ങൾ എടുത്തേക്കും. റമദാന്റെ ഒരാഴ്ച മുന്നിക്കാക്കാനെ വലിയ കീസ് കൊടുത്തിട്ട് കാക്കണ്ട കാക്ക ഇത് 3000 ഉറുപ്പ്യ ഉണ്ട്, 100 ഉറുപ്പ്യ ആക്കിയിട്ട് 100 ഉറുപ്പ്യന്റെ 30 എണ്ണ ആക്കിയിട്ട് നിങ്ങൾ കൊണ്ടുവന്നേനെ കേട്ടോ. കാക്ക പെട്രോൾ പമ്പിലോ ബാങ്കിലോ എവിടെയെങ്കിലും പോയിട്ട് 100 ഉറുപ്പ്യന്റെ നോട്ട് 30 ആക്കിയിട്ട് റബ്ബർ ബാൻഡ് ടച്ചാണ് എനിക്ക് കൊണ്ടുതരും. ഞാൻ എല്ലാ ദിവസവും പള്ളിക്ക് വന്നിട്ട് ഇത് സ്വതം കൊടുക്കും. ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് ചെയ്യാട്ടെ മതി, വേറൊന്നും കരുതുന്നത് വലിയ സംഭവം അല്ല. ഞാനപ്പോ അങ്ങനെ ആലോചിച്ചെന്ന് പറഞ്ഞത് നമ്മളെവിടെ കിടക്കണം, ഇവരൊക്കെ എവിടെ കിടക്കണം. നമ്മുടെ ജീവിതത്തിൽ ഞാൻ സഹോദരിമാർ നമ്മളടക്കാലിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ സാധുക്കളായ എത്രയോ മനുഷ്യന്മാർ, കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, പടച്ചോ നമ്മളത്ര അനുഗ്രഹങ്ങൾ പോലും ദുനിയാവിൽ ഭൗതികമായി നൽകാത്തവർ, ദീനും തഖ്വയും പള്ളിയും പടച്ചോടുള്ള ഇഷ്ടവും ദാനധർമ്മവും ഖുർആൻ പാരായണമായിട്ട് എത്രയോ മനുഷ്യർ മുന്നേറുമ്പോൾ നമ്മളെ നമുക്കൊപ്പെത്താൻ നമ്മുടെ മനസ്സാണ് ശരിയാക്കേണ്ടത്, ചിന്തയാണ് ശരിയാക്കേണ്ടത്. എന്താ അറിയോ, ദീനിൽ നമ്മളെക്കാൾ മുകളിലുള്ളവരെ മാത്രം നോക്കുക. ഖുർആനിലെ ആയത്തുണ്ട്, ഭയങ്കര അത്ഭുതകരമായ ആയത്താണ്. വലാ തുസഖു അൻഫുസകും. ശരിക്കും നമ്മുടെ പേരിൽ എഴുതിയേക്കണത്. ഞാൻ എപ്പോഴും കരുതും നമ്മുടെ കുടുംബത്തിൽ ദീനിയായി മുന്നോട്ട് പോകാൻ ഒരൊറ്റ ആയത്ത് വലാ തുസഖു അൻഫുസകും. അതിന്റെ അർത്ഥം അറിയും, നിങ്ങൾ നിങ്ങളെ സംഭവമായി കാണരുത്. നമ്മളെ ജീവിതത്തിൽ പറ്റിയ, ഞാൻ പറഞ്ഞത് ഇന്നേണ്ട പറഞ്ഞു, നമ്മളെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം നമ്മൾ നമ്മളെ സംഭവമായിട്ട് കാണുന്നു എന്നാണ്. ഒരു ചെറിയൊരു ഇത് പറയാം. നമ്മൾ ഈ മാലില് പള്ളിയുടെ തൊട്ടടുത്ത് ഇതേമാതിരി അടുത്ത വീട്, പള്ളിയുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു 40 വയസ്സുള്ള നമ്മളെ ISM പ്രായത്തിലുള്ള ഓൻ പള്ളിക്ക് ജുമാക്ക് മാത്രമേ വരുള്ളൂ, രണ്ടാമത്തെ വരുള്ളൂ. അപ്പൊ നമ്മളെ പള്ളിത്തെ ISM MSമാരൊക്കെ വന്നിട്ടുണ്ട്, മൗലവി നമുക്ക് ഓനോടൊന്ന് പറയാം, ഓൻ ഭാഗ്യട്ടോ, ഓനാണ് ആദ്യം പള്ളിക്കണ്ടി, ഓനാകെ ജുമാക്ക വരിക, അതും രണ്ടാമത്തെ വരിക, ഓനൊന്ന് പറഞ്ഞ് നമുക്കൊന്ന് ശരിയാക്കാം. നിങ്ങൾ പറഞ്ഞ നമ്മളെ വണ്ടി കയറ്റാണ്, വിളിച്ചപ്പോ കയറ്റാണ്, ഏതായാലും ചെന്നു. അപ്പൊ ഓൻ നിൽക്കുന്നുണ്ട്, ഓനോട് വന്നുണ്ട് എടാ പള്ളി ക്ലാസ് ജമാഅത്ത് ജുമാ നേരത്തെ വരിക എല്ലാം കൂടി പറഞ്ഞൊരു 35 മിനിറ്റ് കിട്ടണ 1000 ദിവസം കൂടിയാണ്ട് പരലോകമൊക്കെ പാടെ പറഞ്ഞു. ഓനങ്ങനെ ശരിയാക്കി ഓങ്ങനെ നിന്ന് കേട്ട് എന്താണ് എന്റെ തീരുമാനം ചോദിച്ചു. ഓൻ വന്നിട്ടാണ് മോലി 2 പേരുടെ അപ്പുറത്തുള്ള സൈദലവി പെരുന്നാൾക്ക് മാത്രമേ വരലുള്ളൂ. എന്റെ അർത്ഥം ഓൻ അത്യാവശ്യം റേഞ്ച് ഉള്ളതാണ് ഓന്റെ ധാരണ. ഓന്റെ ധാരണയിൽ ഞാൻ അത്യാവശ്യം റേഞ്ച് ആണെന്നാണ്. കാരണം ഞാൻ ആഴ്ചയിൽ 4-8 മിനിറ്റുകൾ ആദ്യം സൈദലവിനെ ശരിയാക്കും. ഓൻ ആകെ കൊല്ലത്തിൽ 2-8 മിനിറ്റുള്ളൂ. ഈ റേഞ്ച് വരെ നമ്മളത്തിൽ നിൽക്കണ്. മറ്റേ സ്കൂളിൽ പരീക്ഷ അടക്കല്ലേ, കുട്ടികൾ കോപ്പി അടിച്ചാണ്, സ്വാഭാവിക ചെറുക്കന്മാരല്ലേ കോപ്പി. അപ്പൊ കോപ്പി പിടിച്ചാൻ വേണ്ടി എന്നിട്ട് കോപ്പി വാങ്ങിട്ട് അങ്ങോട്ട് പറയാൻ നിൽക്കട്ടോ, എടാ റമദാനല്ലേ കോപ്പി അടിച്ചാൻ പറ്റുമോ, കോപ്പിയുടെ പോയ ഒരു കുട്ടികള് മാഷ റമദാനല്ലേ വിട്ടുവീഴ്ച ചെയ്തൂടെ, ഓന്റെ കാര്യത്തിൽ ഞാനാ തെറ്റി. നമ്മൾ ഓനോട് പറയാൻ നിൽക്കെന്ത്, എടാ റമദാൻ മാസത്തിലൊക്കെ ഇങ്ങനെ ഓരിക്കട്ടെ, നിങ്ങളല്ല മിമ്പർമ കയറി ക്ഷമയുടെ മാസമാണ് ഓന്റെ റേഞ്ചിൽ ഓ സെറ്റപ്പാണ് നമ്മളെ കുഴപ്പം. ഞാൻ പറഞ്ഞ ആ സാധനം നമ്മളെ ടോട്ടലായിട്ട് ബാധിച്ചിരിക്കുന്നു. ടോട്ടലായിട്ട് ആ സാധനം ബാധിച്ചു. നമ്മളിങ്ങനെ മുജാഹിദ് പള്ളിക്കോമ്പൊക്കെ ഞാനടക്കം പറഞ്ഞോണ്ട്, ഞാൻ ചെറുപ്പത്തിൽ പറഞ്ഞുകൊണ്ടാണല്ലോ ഇത് പറയുന്നത്. നമ്മളിങ്ങനെ എന്താണ് നമ്മളൊരു 4 ദിവസം അങ്ങനെ എന്താ നമ്മളിപ്പോ ആ ശിർക്കയിലില്ല അല്ലേ, നമ്മളെന്നെ നമ്മൾ ശിർക്കയില്ല, നമ്മൾ വിദ്യാർത്ഥികളില്ല, നമ്മൾ ഖുറാഫാത്തില്ല, നമ്മൾ വ്യഭിചരിച്ചിട്ടില്ല, കൊന്നിട്ടില്ല.
ബാക്കിയൊക്കെ ഇപ്പൊ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്നല്ലേ. അതൊക്കെ നമ്മളിപ്പോ ഇതൊക്കെ പാടെ ശരിയായപ്പോ ഖത്തീബിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെയൊക്കെ പറയാം. ഇതൊക്കെ പാടെ ശരിയായപ്പോ ഖത്തീബിന്റെ ആവശ്യം, ഇതൊക്കെ പാടെ ശരിയായപ്പോ പള്ളി ആവശ്യമുണ്ടോ? ഇതൊക്കെ പാടെ പറഞ്ഞു ഞാൻ ഇങ്ങനെ വരെ കേട്ടിട്ടുണ്ടോ? അതിലൊക്കെ ഞാനും കൂടി ചെറുപ്പത്തിൽ നമ്മളൊന്നും സ്വർഗത്തിൽ പോയിട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ ആരാ ഉണ്ടാകുക? നബി സഹാബാക്കൾ ഒറ്റപ്പെടുമല്ലോ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം റേഞ്ച് ആ ചിന്ത ഉണ്ടല്ലോ. റസൂലുള്ളാഹിന്റെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സലാത്തുൽ മുഹ്ലിക്കാത്ത്, 3 സ്വഭാവം നമ്മളിൽ വന്നാൽ കഴിഞ്ഞു, താഴത്തേക്ക് ഈമാൻ വരും. തഖ്വ ഈമാൻ താഴ്ത്തി വരും. അതിലൊന്നും അറിയാം, അവനാനെ പറ്റി നല്ലത് വിചാരിക്കും. ഞാൻ അതിന്റെ അർത്ഥം നമ്മൾ മോശമാണ് തെമ്മടി അതല്ല കേട്ടോ. നമ്മൾ തിരക്കടില്ല, അത്യാവശ്യം ഈമാൻ അങ്ങനല്ല. പടച്ചോനെ നാഥ നീ തന്ന ഈമാൻ നീ കൊണ്ടോല്ല. പടച്ചോനെ ഈമാൻ വർദ്ധിപ്പിക്കണമേ, തഖ്വ വർദ്ധിപ്പിക്കണമേ, പടച്ചോനെ ഖൈർ വർദ്ധിപ്പിക്കണമേ, എന്റെ ജീവിതത്തിൽ പള്ളിയായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കണമേ, നിലവിലുള്ളത് പോലെ പടച്ചോനെ എന്ന് തന്നെ മനസ്സിൽ വരണ്ടി. എങ്കിലേ റമദാൻ അവസാനം വരെ നിലനിർത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമ്മൾക്ക് വലിയതായിട്ട് തോന്നും, അത് പരലോകത്തിൽ ചിലപ്പം ഒന്നുമില്ലാതെ വരും. ഒന്നുമില്ലാതെ ഒറ്റ സംഭവം കൂടി ആ സംഗതി പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം കൂടി അവസാനിപ്പിക്കാം. സഹാബാക്കളെ മനസ്സിലായി, സഹാബാക്കളെ മനസ്സിലാന്ന് കേട്ടോ. സഹാബാക്കൾ ഹിജറ പോയ സഹാബാക്കൾ ബദർ യുദ്ധം കൂടി കഴിഞ്ഞപ്പോ സഹാബാക്കൾക്ക് ഈ പീഡനങ്ങളെ ഏറ്റുവാങ്ങിയിട്ട് ലാസ്റ്റ് നബിയുടെ അടുക്കൽ എന്നിട്ട് മത്താ നസ്റുല്ലാ, നബിയെ ഈ ത്യാഗം സഹിക്കുന്നവർക്ക് കഷ്ടപ്പെടുന്നവർക്ക് അള്ളാന്റെ സഹായം കിട്ടുന്നു പറഞ്ഞില്ലേ, ഞങ്ങൾ ഹിജറ പോയി ബദറിലൊക്കെ പങ്കെടുത്ത് ഞങ്ങൾ അത്യാവശ്യം ത്യാഗമൊക്കെ സഹിച്ചില്ലേ, എപ്പോഴെങ്കിലും അള്ളാന്റെ സഹായം കിട്ടുക? നമ്മളെ ഞാൻ വീണ്ടും പറയാം, ഹിജറ പോകാൻ നമ്മൾ ഈ പറയുന്ന മാതിരി ഒന്നല്ല. മക്കത്ത് മദീനത്തേക്ക് 19 ഡിഗ്രി ചൂടത്ത് കാലുമ്പ ചെരുപ്പില്ലാതെ മണലാരിന്റെ കൂടെ നടക്കാൻ ഗർഭിണിയായ സ്ത്രീകൾ പ്രസവിച്ചിട്ട് വെള്ളല്ലായിട്ട് കുഴഞ്ഞു വീണിട്ട് സഹാബാക്കള്. അത്രയും വലിയ ബദർ അതിനേക്കാളും കഠിനമാണ്. റമദാനിൽ നടന്നതാണ്, നമുക്കറിയാം. ആ കഠിനമായ യുദ്ധങ്ങളും ഹിജറയും ഒക്കെ കഴിഞ്ഞിട്ടാണ് സഹാബാക്കൾക്ക് നിൽക്കാൻ കഴിയാതെ ഒരു നബിയെ എന്താ അള്ളാന്റെ സഹായം ത്യാഗം ചെയ്യുന്നവർക്ക് കിട്ടുന്നല്ലേ, ഞങ്ങൾക്ക് എപ്പോഴാ എന്തേ കിട്ടാത്തത്? അവിടെയാണ് ആയത്തിറക്കി. ഞാൻ അങ്ങനെ ആലോചിക്കണം, ആ ആയത്തൊക്കെ നമ്മളെ വർത്താനം കേട്ടിട്ട് അള്ള ഇറക്കുകയാണെങ്കിൽ എന്താ ഇറക്കാം? അള്ളാന്റെ ആയത്തത് അള്ളാന്റെ വാക്ക് ആരോട്? എടാ നിങ്ങൾ ഭയങ്കര ത്യാഗം ചെയ്തു, നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയേ? അള്ളാന്റെ ചോദ്യം, നിങ്ങൾ ഭയങ്കര ആരോട്? ഹിജറ പോയി ബദറിൽ പങ്കെടുത്ത സഹാബാക്കളോട് അള്ളാഹിക്കാണ്, നിങ്ങൾ ഭയങ്കര ത്യാഗം ചെയ്തു, ഇനി നിങ്ങളെ മോൾക്കാർ ചെയ്യാനുള്ളതെന്ന് കേൾക്കുന്നത്. നിങ്ങളെ മുൻഗാമികളുടെ ഈർച്ചവാള് കൊണ്ട് പച്ചക്ക് കൂർന്നിട്ടുണ്ട്, മരത്തിന്റെ കുരിശുണ്ടാക്കിയിട്ട് ആണി നിറച്ചു കൊന്നിട്ടുണ്ട്. കുഴിയുണ്ടാക്കി തീക്കുണ്ടാരമുണ്ടാക്കി അതിൽ പച്ചക്ക് വേവിച്ചിട്ടുണ്ട്, ജീവനോടെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ഉണ്ടായിക്കണോ? അല്ലല്ലോ. എന്നാ പിന്നെ നിങ്ങളാണ് സംഭവം എന്ന് വിചാരിക്കല്ലേ സഹാബാക്കളോട്. നമ്മളെ മനസ്സിൽ ഒരിക്കൽ പോലും കരുതരുത് നമ്മൾ കൂടുതൽ ദാനധർമ്മം ചെയ്യുന്നവരാണ്, നമ്മൾ പള്ളിക്കൊക്കെ അധികം വരുന്നത് ചെയ്യരുത്. നമ്മളെ മനസ്സിൽ എന്തുണ്ടാകും? അടച്ചോനെ ഇന്നെക്കാളും ദീനുമായിട്ട് ബന്ധമുള്ള എന്റെ അത്ര പൈസ ഇല്ലാഞ്ഞിട്ടും സ്വതക്ക കൊടുക്കണം, എന്റെ അത്ര ആരോഗ്യം ഇല്ലാഞ്ഞിട്ടും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിൽ എത്താനുള്ള ശ്രമം ഉണ്ടാകണം. എങ്കിൽ ഇനിയുള്ള ഒരു 10-15 ദിവസം കൂടി നമുക്ക് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ഒരു കാര്യം 10 മിനിറ്റ് പറഞ്ഞ് അവസാനിപ്പിക്കും. മൂന്നാമത്തെ ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതാകണം എന്ന് പറഞ്ഞാൽ നമ്മളെ തെറ്റുകളാണ്. റസൂലുള്ളാഹിന്റെ സുപരിചിതമായ ഹദീസ് എല്ലാവർക്കും അറിയാം. മൻ അദ്റക റമദാൻ, ഒരാൾക്ക് റമദാൻ കിട്ടി. അപ്പം റമദാൻ കിട്ടി അറിയുമ്പോൾ നമ്മളെ പറ്റിയിട്ടാണ് ഹദീസ്. റമദാൻ കിട്ടി പറഞ്ഞാൽ റമദാനിൽ കൂടെ ജീവിച്ചു എന്നല്ല, റമദാനിൽ ആരാധന ചെയ്തു, ഖുർആൻ ഓതി, ദിക്റുകൾ ചൊല്ലി, എന്താ നമ്മുടെ നോമ്പ്, എല്ലാ സംഗതിയിലും ഉണ്ടായി. ഫലം യുഗ്ഫർ ലഹു. ഇതൊക്കെ ചെയ്തിട്ടും, അപ്പൊ ഇതൊക്കെ ചെയ്തിട്ടും പൂർണ്ണമായും പാപങ്ങൾ കഴുകിക്കളഞ്ഞാൽ അയാൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പടച്ചോന്റെ എന്നുള്ള കുറ്റം അയാൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പൊ അത് നമ്മളെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്ക് ഉണ്ടായിരുന്നില്ല 10-15 ദിവസം കൂടി ഉണ്ട്. റമദാൻ കിട്ടി, നമ്മൾ പള്ളിക്ക് വന്നു, ആരാധനയും നോമ്പ് ഇതൊക്കെ ഉണ്ട്. പിന്നെ എങ്ങനെ പാപം ബാക്കിയാണ്? അതിന്റെ കാരണം നമ്മളെ ഈ പാപങ്ങൾ കഴുകിക്കളയാ, തൗബ ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന സാധനം നമ്മൾ പള്ളിക്ക് ഇരുന്നാണ്ട് അസ്തഗ്ഫിറുല്ലാഹ് 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 പറയും. അതല്ല ടീ പറഞ്ഞ, അതൊരു പ്രാർത്ഥനയുടെ ഒരു ഭാഗം മാത്രമാണ്. അതിനല്ല അള്ളാഹു പൂർണ്ണമായും പാപം പൊറുക്കുക, തൗബ ചെയ്യാന്ന സഹോദരിമാരും കൂടി കേൾക്കാൻ ഞാൻ പറഞ്ഞത്. മറിച്ച്
മിനിമം 3 കാര്യം ഉണ്ടാകും. എന്താന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ 100% തെറ്റ് ചെയ്തവരാണ് എന്ന കുറ്റബോധം നമ്മുടെ ഹൃദയത്തിൽ ശരിക്കുണ്ടാകും. ആർട്ടിഫിഷ്യൽ ആയിട്ടല്ല, ബോധ്യത്തിൽ ഉണ്ടാകും. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ബോധ്യം. 2, ആ തെറ്റുകൾ നമ്മൾ അള്ളാഹുവോട് എടുത്തു പറഞ്ഞു പ്രാർത്ഥിക്കണം. ആ തെറ്റുകൾ അള്ളാഹുവോട് എടുത്തു പറഞ്ഞു പ്രാർത്ഥിക്കണം. 3, ആ തെറ്റ് അള്ളാഹു പുറത്തു തന്നിട്ടില്ലെങ്കിൽ നരകത്ത് പോകും എന്ന ഭയവും ഉണ്ടാകും. ഈ 3ൽ നിന്നും നമ്മളൊരു പ്രാർത്ഥന നടത്തിയാലേ അള്ളാഹു അത് പൂർണ്ണമായി പുറത്തിരുള്ളൂ. ഒന്നുകൂടി ഞാൻ പറയട്ടെ, മനസ്സിലുണ്ടാകാനാണ് പറഞ്ഞത്. ഒന്ന്, നമ്മൾ പൂർണ്ണമായും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ മനസ്സിന് ബോധ്യം ഉണ്ടാകും. അതിനെന്താ ചെയ്യേണ്ട അറിയോ? അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ പടച്ചോ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നതല്ലേ, ക്ലാസ് കേൾക്കുമ്പോൾ, ഖുതുബ കേൾക്കുമ്പോൾ, പ്രസംഗം കേൾക്കുമ്പോൾ ചിലതൊക്കെ തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. തെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മനസ്സിന് ശരിക്കും ബോധ്യം ഉണ്ടാകും. 2, ആ തെറ്റ് നമ്മൾ എടുത്തു പറഞ്ഞു പടച്ചോണ്ട് പ്രാർത്ഥിക്കണം. 3, ആ തെറ്റെങ്ങാനല്ല പുറത്തു നൽകി നരകം കിട്ടും എന്ന കുറ്റബോധം, ഭയം നമുക്കുണ്ടാകും. ഉദാഹരണമായിട്ട് പറയാം, പെട്ടെന്ന് മനസ്സിലാകാൻ. നമ്മളെ വാപ്പി എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹി സ്വലാത്തു അവ്വാബി. എന്തെങ്കിലും നമ്മൾ ആലോചിച്ചു, എന്തെങ്കിലും നമ്മളെ വാപ്പി എത്ര തെറ്റ് ചെയ്തിട്ടാണ് അള്ളാഹു സ്വർഗത്ത് ദുനിയാവുക്ക് പറഞ്ഞത്? എത്ര തെറ്റാണ്? 1 തെറ്റ്. ഇനി ബാക്കി ആ 1 തെറ്റുമ്പോൾ നമ്മളെ മൈൻഡിക്ക് വരണ്ടോ? 1 തെറ്റാണ് അവരുടെ ജീവിതത്തിൽ ചെയ്ത് അള്ളാഹു ദുനിയാവിലേക്ക് പറഞ്ഞു. ഇനി ആ നമ്മുടെ വാപ്പിയും അള്ളാഹിനോട് നടത്തുന്ന പ്രാർത്ഥനയായിട്ട് വന്ന് റബ്ബന, അറിയുന്ന ആൾക്കാർ മനസ്സിൽ പ്രാർത്ഥന ഉണ്ടോ? റബ്ബന വലംനാ അൻഫുസന, അള്ളാഹുവേ ഞങ്ങൾ രണ്ടുപേരും 100% ഗുരുതരമായ തെറ്റ് ചെയ്തു. നമ്മളെ വാപ്പിയും പ്രാർത്ഥിക്കണോ? റബ്ബന വലംനാ അൻഫുസന, അള്ളാഹുവേ നീ ഞങ്ങൾ രണ്ടുപേരും ഗുരുതരമായ തെറ്റ് ചെയ്തു. എത്ര തെറ്റ്? 1 തെറ്റ്. എന്ത് പറഞ്ഞില്ലറിയോ നമ്മളെ? എന്ത് പറഞ്ഞില്ലറിയോ? അള്ളാഹുവേ സ്വർഗത്തിൽ ഒരുപാട് നിയമങ്ങൾ പറഞ്ഞു, 1000 നിയമം പറഞ്ഞു, 999 ഞങ്ങൾ അനുസരിച്ചില്ലേ. ആ പഴം കഴിക്കണ്ട എന്ന 1 തെറ്റല്ലേ പടച്ചോനെ ഞങ്ങൾ ചെയ്തത്? അതിന്റെ പേരിൽ എന്തിനാ പടച്ചോനെ ദുനിയാവൊക്കെ പറഞ്ഞേച്ച് എന്ന് ചോദിച്ചില്ല. നമ്മളങ്ങനെയൊക്കെ എടുത്തേ കൈകൊണ്ട് വെള്ളം കുടിച്ചുമ്പോ നരകത്ത് പോകാം. 5 വിരലുമ്പലാണോ സ്വർഗവും നരകവും? നമ്മളാൾക്കാരെ ചോദ്യമാണ്, 5 വിരലുമ്പലാണോ സ്വർഗവും നരകവും? നമ്മളെ പോയിന്റാണ്, ഭയങ്കര പോയിന്റാണ്. 2025 ഭയങ്കര ബുദ്ധിയാണ്. നമ്മളിപ്പോ കുട്ടികൾ തലയിൽ കൂടി തലമ്മലാണോ ഇസ്ലാം, മനസ്സിലല്ലേ ഇസ്ലാം? ഭയങ്കര നമ്മളെ പെൺകുട്ടികളെ പുതിയ പോയിന്റാണ്. അങ്ങനെ ഒരു വാചകം മുൻകാഴ്ച എത്ര നിയമം സ്വർഗത്തിൽ ഉണ്ടാക്കി ഒക്കെ അനുസരിച്ച് 1 തെറ്റാണ് ചെയ്ത്, ഒറ്റ തെറ്റ്. ഇങ്ങനെ ചോദിച്ചില്ല, റബ്ബനാ വലംനാ അൻഫുസന, പടച്ചോനെ ബാക്കി എല്ലാ നിയമങ്ങളും ഞങ്ങൾ അനുസരിച്ചില്ലേ, 1 തെറ്റല്ലേ, അതിന്റെ പേരിൽ പുറത്താക്കണം? അല്ല, അല്ലാഹുവേ നീ ഞങ്ങൾ ആദ്യത്തെ മനുഷ്യന്മാരായി സൃഷ്ടിച്ചു, സ്വർഗത്ത് സൃഷ്ടിച്ചു, ഔറത്ത് മറക്കാൻ വസ്ത്രം തന്നു. ഞങ്ങൾ ഒരിക്കൽ പോലും അരത്തെറ്റ് പോലും ചെയ്യാൻ പാടില്ലായിരുന്നു. നമ്മൾ പറയേണ്ട വാക്കതാ, നമ്മളെ മുസ്ലിമീങ്ങളാക്കി, ശിർക്കയ്യാത്തോലാക്കി, മുജാഹിദാക്കി, മഹല്ല് തന്നു, ബാങ്ക് കേൾക്കാൻ പറ്റുന്ന സ്ഥലമാക്കി. 1 കിലോമീറ്ററിൽ 7 പള്ളിയുള്ള സ്ഥലം കർസ. 1 കിലോമീറ്ററിൽ 7 പള്ളി. ഇന്ന് 7 കിലോമീറ്ററിൽ 1 പള്ളി പോലും അവിടെ അല്ല. അടച്ചോൻ അങ്ങനെ എന്റെ നാടാക്കിയില്ല. ബോംബില്ലാത്ത നാടാക്കി, അക്രമല്ലാത്ത നാടാക്കി, തൗഹീദിന്റെ മക്കളുടെ നാടാക്കി. ഞങ്ങളെ കുട്ടികൾക്ക് മദ്രസ പഠിക്കാൻ മദ്രസ ഉണ്ട്, ഹിഫ്ദ് പഠിക്കാൻ ഹിഫ്ദ് കോളേജ് ഉണ്ട്, സിആർ പഠിക്കാൻ സിആർ ഉണ്ട്, പെൺകുട്ടികൾ ക്ലാസ് ഉണ്ട്. പടച്ചോൻ എങ്ങനെയൊക്കെ ആക്കി. ബോധപൂർവ്വം ഞങ്ങളേക്കൊന്ന് തെറ്റ് വരാൻ പാടില്ല എന്ന് പറയേണ്ടി ആ വാചകം നമ്മളെ വാപ്പിയും പറഞ്ഞു. അള്ളാഹുവേ സ്വർഗത്തിൽ ഒക്കെ തന്നിട്ട് ഞങ്ങളേക്കൊന്ന് 1 തെറ്റും വരാൻ പാടില്ല. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു, ഞങ്ങൾ ആ പഴം കഴിച്ചു. ആ ഒരു പാപം നാഥാ നീ പുറത്തു തരണം, തന്നിട്ടില്ലെങ്കിൽ ഉറപ്പാണ് ആ ഒരൊറ്റ പാപം കൊണ്ട് ഞങ്ങൾ നരകത്ത് പോകും. ഇതാണ് പശ്ചാത്താപം. അപ്പം അള്ളാഹുവിനോട് നമ്മൾ ശരിക്കും പറയും. ഞാൻ പറഞ്ഞത് എന്റെ ക്ലാസ്സിന്റെ അവസാനം ഒരു വസിയത്ത്, ക്ലാസ് അല്ലാതെ അതിനപ്പുറം എടുക്കണം. 10 മിനിറ്റ് പള്ളിക്ക് ഇരിക്കണം. ഞാൻ പറയും, ഞാൻ ഇരിക്കണം, ഇന്റെ തിരക്കുള്ള ഞാൻ ഇരിക്കണം. ഞാൻ അങ്ങനെ തിരക്കുള്ള ആളും കൊണ്ടിരിക്കണം. പള്ളിക്കലോ പെരിയിലോ എവിടെ ജോലി സ്ഥലത്ത് എവിടെയാലും മതി. ഒരു ദിവസം 10 മിനിറ്റ് ഇരിക്കണം. ആ 10 മിനിറ്റിൽ എന്താ ചെയ്യേണ്ടത്? ഇരിക്കുക, അള്ളാഹിനോട് പടച്ചോൻ, അല്ലാഹുവേ റഹ്മാൻ റഹീമേ, റമദാൻ തന്ന പടച്ചോനെ, വാപ്പാൻ എല്ലാം പടച്ചോൻ തന്ന അനുഗ്രഹങ്ങളൊക്കെ പറയാം. അതാ എന്റെ ജീവിതത്തിൽ എന്നിട്ട് നമ്മളെയൊക്കെ സംഭവിച്ച അബദ്ധം പടച്ചോനോട്, ഒരാളോട് നമ്മൾ വർത്താനം പറഞ്ഞ ഒരു വർത്താനം പറയും. അപ്പൊ ഞാൻ മിനിമം ഏറ്റവും എഴുതാൻ പറ്റും, അല്ലാഹുവേ എന്റെ ഫോണിൽ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് അർത്ഥനഗ്നയും മുക്കാനഗ്നൊക്കെ ആയിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളായിട്ട്
കുറെ തോന്നിയാസം പഠിച്ചോനെ, പാട്ടായിട്ടോ സിനിമയായിട്ടോ വൃത്തിയേടൊക്കെ ആയിട്ട് പല രൂപത്തിൽ ഏതായാലും അനക്കിട്ടല്ലാത്ത പഠിച്ചോനെ എന്റെ കണ്ണുകൊണ്ട് കണ്ടുകൾ വാതിൽ കുറ്റിട്ടിട്ടും പുറപ്പുതാക്കിയിട്ടും ചെങ്ങന്മാരൊക്കെ പോയിട്ടും എന്തൊക്കെ ഇട്ടോ പഠിച്ചോനെ അല്ലാണ്ട് പഠിച്ചോനെ അത് ഞാൻ കണ്ടുകൾ. അതാ ആ പാപങ്ങളെല്ലാം കൂടി നാളെ പരലോകത്ത് കൊണ്ടുവന്നാൽ എനിക്ക് നരകം കിട്ടുന്ന ഉറപ്പാണ്. റഹ്മാനായ നാഥ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആസ്വദിച്ച ആ വൃത്തികേടുകൾ മുഴുവൻ നാഥ നീ പുറത്ത് മാപ്പാക്കി തരണമേ, പരലോകത്തേക്ക് കൊണ്ടല്ലേ നാഥ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. ആ സത്യത്തിൽ അതിന്റെ പ്രാർത്ഥന അതിന്റെ പേരാണ് പശ്ചാത്തലം. നമ്മളോട് ആൾക്കാർ പറയണില്ലേ, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം, പഠിച്ചോ എന്റെ സ്വഭാവം കൊണ്ട് കുറെ ആൾക്കാർക്ക് ഇറങ്ങിയായിരിക്കും. നമ്മളോട് എത്ര ആൾക്കാർ എന്താണ് ദേഷ്യം വന്നിട്ട് വർത്താനം പറയുമ്പോൾ മനസ്സിൽ കൊള്ളുന്ന മാതിരി വർത്താനം പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ അറിയോ, നമ്മുടെ ചില വർത്താനൊക്കെ ചില മനുഷ്യന്മാരെ നെഞ്ചത്ത് മുറിഞ്ഞിട്ടുണ്ട്. ഒരു ചിലപ്പോൾ നമ്മളുടെ കമ്പനിയോട് ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയുള്ളൂ. നമ്മൾ ഇന്ന് വരെ അല്ലാണ്ട് പഠിച്ചോൻ എന്റെ വാപ്പാണ്ടും പാടും വരെ ഞാൻ പറഞ്ഞ വാക്കുകൊണ്ട് എന്റെ അമ്മയൊക്കെ എന്നോട് ഞാൻ വർത്താനം പറഞ്ഞില്ല, എന്ത് വർത്താനം പറഞ്ഞിട്ട് പഠിച്ചോനെ. അള്ളാഹുവേ, ഞാൻ ദേഷ്യപ്പെടുമ്പോഴോ എനിക്ക് എന്തെങ്കിലും പറ്റുമ്പോ ഞാൻ പറയുന്ന വാചകം കൊണ്ട് അറിയാതെ പലർക്കും വേദന ഉണ്ടാകുന്നുണ്ട് പഠിച്ചോനെ, അറിയാതെ സംഭവിച്ചതാണ്. പക്ഷെ പലരിനോട് പറഞ്ഞിട്ടുണ്ട് റഹ്മാനായ നാഥ, അതെല്ലാം നാളെ പരലോകത്ത് വന്നാൽ എന്റെ മുഴുവൻ ആമലും ഓർക്ക് പോണ്ടി വരും. നാഥാ, നീ പരലോകത്ത് എത്തിക്കാതെ പുറത്തു തരേണമേ. ഇങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടി, ഇങ്ങനെ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കുമ്പോ നമ്മൾ അറിയാതെ നമ്മളെ വാപ്പാനിമാരെ കൊടുക്കും. കാരണം എന്താ അറിയോ, ബാപ്പിയും മരിച്ചു പോയിട്ടുണ്ടാവും. പഠിച്ചോൻ എന്റെ അന്തല്ലാത്ത കാലത്ത് ഞാൻ ബാപ്പാടെ ചിലക്കാ പോയിക്കാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ബോധം വന്നപ്പോ എനിക്ക് മക്കളായപ്പോ ബാപ്പാടൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ബാപ്പ പുറത്തല്ലെന്ന് പറയാനുള്ള മനസ്സുണ്ട്, ഈമാണ്ട്, തക്കുവുണ്ട്, ബോധമുണ്ട്. ബാപ്പല്ല, ഉമ്മല്ല. അള്ളാഹു നമ്മളെ ബാപ്പാക്കും നമുക്ക് സ്വർഗം കൊടുക്കട്ടെ. നമ്മളെ നമുക്ക് ബോധമുണ്ട് നമ്മളെ. അപ്പൊ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഫോണ്, നമ്മുടെ രഹസ്യ ജീവിതം, നമ്മുടെ സാമ്പത്തികം, നമ്മുടെ വർത്താനത്തിൽ വന്ന ഇടങ്ങേറ് വാക്കുകൾ, നമ്മുടെ ഭാര്യയെ, മക്കളെ, കുട്ടികളോ, നമ്മളുടെ വാക്ക് നമ്മളൊക്കെ അങ്ങാടിന്ന് വഷളായാണ്. പത്തപ്പിരി അങ്ങാടി നമ്മളോട് നമ്മളെല്ലാരും ആണുങ്ങളാണ്. നമ്മൾ അങ്ങാടി നമ്മൾ ചെയ്യാത്തൊരു കുറ്റത്തിന് നമ്മുടെ ജോലി സ്ഥലത്തുനിന്നോ അങ്ങാടിന്നോ പള്ളിക്കുന്നോ എവിടെങ്കിലും നമ്മൾ ചീത്ത പറഞ്ഞ് അപമാനിച്ച് നമ്മൾ എത്ര പറഞ്ഞു പോണ അല്ലെങ്കിൽ ഒരു ന്യായീകരണം നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ആളുകൾക്കിടയിൽ വെച്ചിട്ട് പബ്ലിക്കായിട്ട് നമ്മളെ അവഹേളിച്ച് മോശപ്പെടുത്തി, നമ്മളെ കുടുംബത്തെ വരെ മോശപ്പെടുത്തി, നമ്മളിങ്ങനെ സങ്കടത്തിന് വീട്ടിൽ കയറിയിരിക്കും. മനസ്സിൽ ആ ഫീലോട് മനസ്സിൽ വിചാരിക്കണം. നമ്മളെ വീട്ടിലെത്തി നമ്മള് അങ്ങാടി നമ്മള് അടുക്കളയൊക്കെ മാറ്റി ചാരികശാലയിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് കിടക്കണം. നമ്മുടെ ചെറിയ കുട്ടിയ പേരന്റിന്റെ കൂടെ ഒറ്റൊന്നും കൊടുക്കണം. അഞ്ചിങ്ങനെ മനുഷ്യൻ കേട്ടങ്ങാണ്ട് വലക്കമ്പം ചാട്ടം അങ്ങനെ തണലകൾ വിൽക്കുക. അതേ സ്വഭാവം ആ സത്യം ഇരിക്കണം. ആ അടി ആ കുട്ടി കിട്ടേണ്ട അടിയാണ് അല്ല, പിന്നെ അങ്ങാടിന്ന് പറഞ്ഞവർക്കൊക്കെ കിട്ടേണ്ട അടിയാണ്. അച്ഛൻ തിരിച്ചിട്ടുള്ളതുകൊണ്ട് ഈ കുട്ടിയുടെ വീട്ടിൽ ഇങ്ങനെ കൊടുക്കുക. അങ്ങനെ പെണ്ണുങ്ങളൊക്കെ കിട്ടുന്ന ചീത്ത 50-50 കാര്യം, ഇവിടുന്ന് കിട്ടുന്ന ചീത്തൊക്കെ അവിടെ. അന്നോട് ഞാൻ പറഞ്ഞു, ഇന്നോട് ദേഷ്യം ഓരിങ്ങനെ അന്തം വിട്ടിക്കണാണ്. ഇവിടുന്ന് കിട്ടണോ പോയിക്കും. നമ്മളൊക്കെ സ്വാഭാവിക പരലോകത്ത് വരൂലേ. സ്ത്രീകളെ നിങ്ങൾക്ക് ഇത് പറയാം, നിങ്ങള് ഇക്കാക്കാക്ക് വേണ്ടി നല്ലൊരു ഫുഡ് ഉണ്ടാക്കി, നിങ്ങൾക്ക് ഇഷ്ടമൊന്നുമില്ല, മുപ്പരിക്കും വേണ്ടിട്ട് നിങ്ങൾ ഞായറാഴ്ച അതിനാറ്റൊരു ഫുഡ് ഉണ്ടാക്കി, അതിന് രാവിലെ ഒന്ന് നീച്ചാണ് യൂട്യൂബൊക്കെ നോക്കി അരിഞ്ഞ് ഇതാക്കി നിങ്ങൾ അതിന് ഫുള്ള് ഉണ്ടാക്കിയിട്ട് ഇക്കാക്ക അങ്ങനെ തിന്നാണ്ട് ഉച്ചക്ക് ആയതുകൊണ്ട് ആരൊക്കെ നല്ല പോലെ വെച്ചൂടെ. അതുകൊണ്ട് നിങ്ങൾ തീരുമാനമായി മാത്രമല്ല, അങ്ങനെ നിങ്ങൾ വൈകുന്നേരം നിൽക്കുമ്പോൾ കാക്കാന്റെ വാപ്പിയും കൂടി കഴിക്കേണ്ട ഇമ്മന്നുണ്ട്. എത്ര നാളെ 10-15 കൊല്ലായിരം അവന് വെച്ച് മടങ്ങി കൊടുക്കണം. എനിക്ക് നല്ല പോലെ തിന്നാൻ കൊടുക്കൂടെ. അവിടെ നിങ്ങൾ തീരുമാനമായി, നിങ്ങൾ പറ്റില്ലാതെ. ആ സമയത്ത് നമ്മളെ പെണ്ണുങ്ങളെ എടുത്തിട്ട് ചെറിയ കുട്ടികൾ ഉമ്മച്ചിയാണ് മാക്സിമം തുണി നോക്കണം. തീരുമാനമാവും അവിടെ ആ കൂശലാക്കിട്ടുണ്ടാവും. ഒന്ന് മാപ്പിളക്കും 2 മാപ്പിളന്റെ വാപ്പാക്കും 2 കിട്ടിയ പൈസ ഡൈവേഴ്സ് വന്നുകൊണ്ട് കുട്ടിനങ്ങനെ തീർക്കുക. ഇതാണ് നമ്മളെ മഹാഭൂരിപക്ഷ കച്ചറന്റെ ബേസ്. കച്ചറിന്റെ ബേസ് ഞാൻ മാഷന്മാര് പേപ്പറൊക്കെ ഉണ്ട് ഇങ്ങനെ പെണ്ണുങ്ങളോട് കച്ചറ കൂടിയുണ്ട്, കുട്ടികൾക്ക് നിരത്തി വിട്ടു. ഇത് പെണ്ണുങ്ങളോട് കച്ചറ കൂടിയുണ്ട്, ഈ കുട്ടികൾ ഞാൻ പറഞ്ഞ മാഷ ആകെ 2 മാസം കുട്ടികൾക്ക് കിട്ടുക. അതിന് നിങ്ങള് പെണ്ണുങ്ങളോട് നിങ്ങളെ മൈമൂനാനോടുള്ള ഈ ചെങ്ങനോട് അപ്പൊ പിന്നെ എന്താ പിന്നെ മാഷ ദേഷ്യം കാട്ടും. ഒന്ന് കൊടുത്ത് വന്നോക്കി കുറച്ചേരി ഇങ്ങനെ സാവധാനം പേപ്പറൊക്കെ
പിന്നെ കാണാൻ പേപ്പർ ഇതൊക്കെ ശരിയാണല്ലോ. തെറ്റിട്ടൊക്കെ ചെയ്യുന്നത് ദേഷ്യം പിടിച്ച് ബാക്കിയുള്ള മേത്ത് നിൽക്കണം. ഇതൊക്കെ പണം പരലോകത്ത് വരൂലേ? ഉറപ്പാ വരും. ഞാൻ ഭയങ്കര സംഭവിക്കുന്നുണ്ട്. ഇത് വരും, ഉറപ്പാണ് വരും. അതെങ്ങനെ വരിക? പറഞ്ഞില്ലേ, സ്വർഗവും നരകവും ഇല്ലാത്തവരാണ് ജീവജാലങ്ങൾ. സ്വർഗവും നരകവും ഇല്ലല്ലോ. പക്ഷെ റസൂൽ പറഞ്ഞു, കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിന് ദുനിയാവിന് കുത്തിക്കണമെങ്കിൽ അനീതിയാണ്. പരലോകത്ത് രണ്ടു കൂട്ടർക്ക് ജീവൻ പറ്റാതെ തിരിച്ച് കൊമ്പില്ലാത്ത ആടിനെ കൊണ്ട് കൊമ്പുള്ളതിനെ കുത്തിപ്പിച്ചിട്ടേ വണ്ണാക്കുള്ളൂ. നമ്മളീ ചെയ്യുന്നത് നമ്മളെ പരലോകത്ത് വരും. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ 10 കൊണ്ട് പറയാം, 10 എവിടെയെങ്കിലും നിൽക്കേണ്ട ദിവസം അള്ളാഹുവിനോട് നമ്മുടെ ഫോണ്, നമ്മുടെ രഹസ്യം, നമ്മുടെ സംസാരം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന അബദ്ധങ്ങൾ ഓരോന്നും അള്ളാഹുവിനോട് പഠിച്ചോനെ. ചിലപ്പോഴൊക്കെ ഈമാൻ പറ്റ കുറഞ്ഞിട്ട് പറഞ്ഞു എന്റെ ജീവിതത്തിൽ സംഭവിച്ചു, നാഥാ നീ പുറത്തരണം, പരലോകത്തിന് വെക്കല്ല നാഥാ, റമദാനിന്റെ ശ്രേഷ്ഠത കൊണ്ട് പഠിച്ചോനെ പുറത്തരണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ അറിയാതെ നമ്മുടെ കണ്ണ് സത്യത്തിൽ നടക്കും. പാപ്പാൻ ഓർമ്മയും കുടുംബത്തോർമ്മയും നമ്മുടെ തെറ്റോർമ്മയും കണ്ണു. അപ്പൊ അള്ളാഹു നാളെ പരലോകത്ത് അരസിന്റെ തണലിട്ടിരുന്നു. ഒറ്റക്കിരുന്നുകൊണ്ട് അള്ളാനും അവനാന്റെ പരലോകത്തിൽ, സ്വർഗത്തിൽ, നരകത്തിൽ പാപത്തെ കുറിച്ച് ആലോചിക്കുന്നു. അറിയാതെ കണ്ണു നിറയുന്നു. അള്ളാഹു അരസിന്റെ തണലിട്ടിരുന്നു. 3 കാര്യമാണ്. ഒന്ന്, ഏറ്റവും നല്ല മനുഷ്യൻ കിട്ടിയ ദീർഘായുസ് അവസാനം വരെ സൽക്രമം ചെയ്യാം. നമ്മുടെ ഈ റമദാൻ ഇനി ഒരു 10-14 ദിവസം കൂടി ഉള്ളൂ. അവസാനം വരണ്ടാണ് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 2, നമ്മൾ പറഞ്ഞത് സൽക്കർമ്മങ്ങൾ അവസാനം വരെ നിലനിർത്താൻ മടിക്കാതെക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇബാദത്തിൽ തഖ്വയിൽ നമ്മളെക്കാൾ മുന്നിലുള്ളവരെ മാത്രം നോക്കുക. താഴെവരെ നോക്കരുത്. ഓനൊക്കെ കുടിക്കണോലും ഓനൊക്കെ പള്ളിക്ക് വരാത്തവരാണ്, ഞാൻ വരുന്നുണ്ടല്ലോ എന്നല്ല താണ്ടി പഠിച്ചോനെ എന്നെക്കാളും സൗഭാഗ്യം കുറഞ്ഞ ആൾക്കാർ എന്നെക്കാളും ദീനിയായി ജീവിക്കണ്ടല്ലോ, പോലെ ആകണല്ലോ എന്ന ചിന്ത വരുമ്പോൾ നമ്മുടെ ദാനധർമ്മം വർദ്ധിക്കും. പള്ളിക്ക് വരവർക്കും ക്ലാസ് കേൾക്കാൻ വരുമ്പോൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. അതേപോലെ സ്വർഗത്തിന് കാരണമാകും, മീസാനിൽ കലർന്നു. 3-ാമത്തേത്, നമ്മുടെ പാപം കംപ്ലീറ്റ് കളയണം. അതിന് നമ്മൾ 10 മിനിറ്റ് ശാന്തമായി നന്നാണ്ട് വർത്താനം പറയണം. എങ്കിൽ ഈ റമദാൻ നമുക്ക് വേണ്ടി ഖുർആനും റമദാനും നമ്മൾക്ക് അനുകൂലമായി അള്ളാഹുവിനോട് ശുപാർശ പറഞ്ഞ് നമുക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി പറയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥാദികൾക്ക് വിട്ടുപുറത്ത് മാപ്പാനും കണങ്ങ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നാഥാ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, റമദാനിൽ ഞങ്ങൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കുകയും അബദ്ധങ്ങളും പോരായ്മകളും നാഥാ നീ വിട്ടുവീഴ്ച തരികയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ വാപ്പാക്കും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ച ആൾക്കാർക്ക് നാഥ അവർക്കെല്ലാം നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മഹലിനെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ദീനിയായി ജീവിക്കാൻ പറ്റുന്ന, ഞങ്ങളുടെ മക്കൾക്ക് തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന നല്ല മഹല്ല, നല്ല അന്തരീക്ഷമാക്കി മാറ്റി തീർക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഗൾഫ് നാടുകളിൽ ഞങ്ങളെ ഒരുപാട് കുടുംബക്കാര്, ഞങ്ങൾ ഒരുപാട് സ്നേഹിതന്മാര്, ജീവിതത്തിൽ അധ്വാനിക്കാൻ വേണ്ടി പോയ ഞങ്ങൾ ഒരുപാട് സഹോദരങ്ങൾ നാഥ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു നാഥ. ആ നാട്ടിൽ സമാധാനവും സുരക്ഷിതത്വം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, അക്രമികളായ ആളുകൾക്ക് നിന്ദത നൽകണമേ റഹ്മാനെ. പിഞ്ചു കുട്ടികളെ കൊല്ലുന്ന മനുഷ്യരെ വെറുതെ അധികാരത്തിന് വേണ്ടി, പൈസക്ക് വേണ്ടി, നാട്ടിൽ ആളാകാൻ വേണ്ടി മനുഷ്യന്മാരെ കൊല്ലുന്ന അക്രമികൾക്ക് നാഥ നീ നിന്ദത കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ എല്ലാവരെയും റമദാൻ സ്വർഗത്തിന് വേണ്ടി അനുകൂലമായി ശുപാർശ പറയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തുബു ഇലൈക്.